ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ന്യൂ ബോൺ പ്രോഡക്ട്സ് ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് 1-2 ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതെന്തൊക്കെയാണെന്നൊന്ന് കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ബാഗ് ഏറെക്കുറെ പാക്ക് ചെയ്യാനായി. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പ് ഓൺലൈൻ പ്രോഡക്ട്സ് ഒന്ന് സെപ്പറേറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് കാണിക്കാം കേട്ടോ. മിക്കതും മീഷോന്നാണ് മേടിച്ചിരുന്നത്. ഫസ്റ്റ് എന്താ കാണിക്കാം? ഫസ്റ്റ് എന്നത് കാണിക്കാം കേട്ടോ. മറ്റേ ബട്ടൺ ജബലാസ് ആണ്, മസ്ലിൻ്റെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ നല്ല നല്ല ക്യൂട്ട് കുറേ പ്രിൻ്റുകളുണ്ട് കേട്ടോ. ഇത് 5 സെറ്റാണ്. ഇതൊക്കെ അലക്കി അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പാക്കിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ 5 ഒരു സെറ്റ്. അതാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഇത് നാപ്പീസാണ് കേട്ടോ. മസ്ലിൻ്റെ തന്നെ നാപ്പീസാണ്. 1 ലെയർ ഇതിനകത്ത് എന്താ പറയുക, പാഡ് വരുന്ന ടൈപ്പ് നാപ്പീസാണ്. ഇതും 5 സെറ്റാണ് കേട്ടോ. നല്ല നല്ല പ്രിൻ്റുകളാണ് കേട്ടോ. കഴിഞ്ഞ തവണ ആദ്യം ഇങ്ങനത്തെ പ്രിൻ്റുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വൈറ്റ് എപ്പോഴും പ്ലെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ചില 1-2 കറുത്ത കുത്തുള്ളതൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് മസ്ലിൻ്റെ നാപ്പീസ്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഇത് മസ്ലിൻ്റെ സ്വാഡിൽ ക്ലോത്താണ്. ഇതും 4 സെറ്റാണ്. ഇതൊക്കെ അയൺ ചെയ്തതാണ് കേട്ടോ. അയൺ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചതാണ്. ലിക്വിഡ് ഡിറ്റർജൻ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ. നല്ല നല്ല പ്രിൻ്റുകളാണ് കേട്ടോ. 5 ഉണ്ട് കേട്ടോ. 5 സെറ്റാണ്. 4 സെറ്റാണ് വിചാരിച്ചത്. തവണ അധികം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ കോവിഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓഫ്ലൈൻ ഷോപ്പിംഗ് എത്രത്തോളം പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാം ഓൺലൈനിൽ നിന്നായിരുന്നു. ഇത്തവണ റാൻഡം ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഫേസ് ടവൽ. ഇതും സെറ്റാണ് കേട്ടോ. 5 സെറ്റാണ് വരുന്നത്. ഉണ്ടോ നല്ല നല്ല പ്രിൻ്റുകൾ. പല പ്രിൻ്റ് വരുന്നതുകൊണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പല സെറ്റുകളും കണ്ടതൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ. സ്ട്രോബെറി ഇതൊക്കെ 5 സെറ്റ്. ഈ ഒരു സൈസിൽ കുഞ്ഞൊരു ടവലിൻ്റെ സൈസിൽ നമുക്ക് പാല് കൊടുത്തിട്ട് തുടപ്പിക്കാനോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫേസ് ടവൽ. പിന്നെ ക്യാപ്പ് മിറ്റൻ ബൂട്ടീസിൻ്റെ സെറ്റാണിത്. ഇതിങ്ങനൊരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചതിലുള്ളത്. പിന്നെ ഓൾറെഡി ആദ്യൻ്റെത് യൂസ് ചെയ്ത് ആദ്യക്ക് അധികം ഉപയോഗിക്കാത്തതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒരു പ്ലെയിൻ സെറ്റ് മാത്രം മേടിച്ചു. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബോക്സ് വരില്ലേ, അതിനകത്തുള്ളതാണ്. അപ്പോൾ അതിനകത്തും ഒരു ക്യാപ്പിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്പ് മിറ്റൻ ബൂട്ടീസ് അത്രേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ അവൻ്റെത് ഓൾറെഡി 2 സെറ്റ് ഉണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് സമയം ആദ്യമൊന്നും തീരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തവണ ഞാൻ അധികം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് നോർമൽ ഒരു ടവലാണ്. ഹൂഡഡ് പിന്നെ അതുപോലെ തന്നെ ആദ്യൻ്റെ ഉപയോഗിക്കുമ്പോൾ ഒരു തവണയൊക്കെ ഉപയോഗിച്ചതോ അത് തീരെ ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട്. ഞാൻ അന്ന് ഒരു 5 സെറ്റാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത് തീരെ ഉപയോഗിക്കാത്തതുണ്ട്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്ത് തന്നെ ഒരു വൈറ്റും അങ്ങനെ കുറേ എണ്ണുണ്ട് ഉപയോഗിക്കാത്തത്. പിന്നെ അതിക്ക് ഗിഫ്റ്റ് കാണാൻ വന്നപ്പോൾ അതുപോലെ ആരോ കൊണ്ടുതന്നത് അതൊന്നും എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടവല് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഒരു റോംബർ സെറ്റ്. 3 റോംബർ വരുന്നത്. 1 2 3. ഇത് 3 കേട്ടോ. അങ്ങനെ സെറ്റായിട്ട് വരുന്നത്. ഇതൊക്കെ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ കാണിച്ച ക്യാപ്പും മിറ്റനും ബൂട്ടീസ് കാണിച്ചില്ല, അതിൻ്റെ കൂടെ ഉള്ളതായിരുന്നു കേട്ടോ ഈ ഒരെണ്ണം. അങ്ങനെ 4 റോംബറുകൾ. പിന്നെ അതുപോലെ നമ്മൾ ഫുള്ളായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതായത് കൈയും കാലൊക്കെ കവർ ചെയ്യണത്, അതും വാങ്ങിച്ചിട്ടില്ല. അതും ഓൾറെഡി ആദ്യൻ്റെത് നല്ല തന്നെ ഉണ്ട്. അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഒരു തവണ ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പിന്നെ അതുപോലെ ഒരു തവണ ഒരു ഫോട്ടോ എടുക്കാൻ എന്തിനോ മാത്രം വെച്ചത് ഒരു 3-4 ഉണ്ട്. അപ്പോൾ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെന്താ വെച്ചാൽ കഴിഞ്ഞതിന് ഇതുപോലെ ഞാൻ ലേബർ റൂമിൽ നിന്ന് മാറ്റാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ആയപ്പോഴേക്കും അതിക്ക് പാല് കൊടുക്കാൻ എന്തൊക്കെയോ ബോട്ടിൽ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉപയോഗിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതോ ഫില്ലർ വെച്ചാണോ കൊടുത്തിരുന്നത് എന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം മേടിച്ച് വെച്ചതാണ്. പിന്നെ ഉള്ളത് പാഡ് വാങ്ങിച്ചു. ഇത്
എനിക്കുള്ളതാണ് കേട്ടോ. മെറ്റേണിറ്റി പാഡാണ് ഇത്. 2 ബോക്സ് വാങ്ങിച്ചു. ഇത് കഴിഞ്ഞ തവണ ഇതേ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പാഡായിരുന്നു. ഇത് പിന്നെ കുട്ടിക്കുള്ളത് ന്യൂ ബോൺ പാഡ് ഒരു ചെറിയ പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം റാഷസ് വരുമോ അതെങ്ങനെ പറ്റുമോ ഒന്നും അറിയില്ല. അത് ജസ്റ്റ് എടുക്കാൻ മറന്നു. അതായത് പാമ്പേഴ്സിൻ്റെ ഒരു 5 വരുന്ന ഒരു പാക്കറ്റും അതുപോലെ മാമി പോക്കോൻ്റെ ഒരു പാക്കറ്റും അങ്ങനെ 2 മേടിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ് പറ്റുകയെന്നുള്ളത്. ഒന്നിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ടൈപ്പും പിന്നെ ഒന്ന് പാൻറ്റ് ഡയപ്പർ പോലെ നമ്മളെ നോർമൽ പാൻറ്റീസ് പോലെ ഇടുന്ന ടൈപ്പും അങ്ങനെ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സംഭവം ഇത് കുറേ വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ച് ലാസ്റ്റാണ് വാങ്ങിച്ചത് കേട്ടോ. അതായത് ആദ്യത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം അങ്ങനെ പഴയത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇത് വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല മീഷോയിൽ കണ്ടു. അപ്പോൾ 200 രൂപ ആ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അടുത്തൊന്നും എന്താ വെച്ചാൽ ഒരു 2 മാസം കൂടുതലൊന്നും ഇത് യൂസ് ചെയ്യുക. ആദ്യമൊന്നും തീരെ ഇതിനകത്ത് കിടന്നില്ല. അവന് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ പൊതിഞ്ഞ് വെക്കാനൊന്നും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസത്തെ ഉപയോഗത്തിന് മാത്രം വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ റേറ്റിന് കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ പഴയ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ ഒരു സംഭവം കാണാൻ കൊള്ളാട്ടോ. പിന്നെ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. അവർ 200 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സംഭവം എന്താ പറയുക, മോസ്കിറ്റോ ബെട്ടോ. മറ്റേ കുട്ടികളെ കിടത്തണ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കിടത്തുന്ന സാധനം. ഇതും ആ ഒരു റേഞ്ച് തന്നെ ഉള്ളൂ. 200 രൂപ 250 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ 2 ഇതിൻ്റെ തന്നെ കോംബോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തില്ല. ജസ്റ്റ് ഞാൻ സെപ്പറേറ്റ് 2 വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചത് ഒരു ഷൂ. ഇത് സത്യം പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം, അതായത് കോമ്പ് അതുപോലെ നെയിൽ കട്ട് ചെയ്യാനുള്ള സാധനം അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. സിസേഴ്സ്, നെയിൽ ഫില്ലറൊക്കെ വരുന്ന സാധനം, ഇതിൻ്റെ ഒരു സെറ്റ്. ഇതൊന്നും ഹോസ്പിറ്റലിലേക്ക് ആവശ്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് ആവശ്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് നെയിൽ കട്ടർ അത് അത്ര ചെറുതാകുമ്പോൾ നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിക്കുകയെന്നല്ല. ചില കുട്ടികൾക്ക് നല്ല നഖം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല, ജസ്റ്റ് അല്ലാതെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഞാൻ നെസ്റ്റോയിൽ എവിടെയോ പോയപ്പോൾ കുറേ കുഞ്ഞുറുപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് അതിന് കുറച്ചെണ്ണം അങ്ങനെ എടുത്താട്ടോ. ഒരു ഫുൾ സ്ലീവ്, ആകെ ഈ ഒരു ഫുൾ സ്ലീവ് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി വേണ്ടി വരുമോ ഫുൾ സ്ലീവ് ഇടുമോ എന്നും അറിയില്ല. അപ്പോൾ വെറുതെ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഒരു പ്ലെയിൻ വൈറ്റ് കെട്ടുടുപ്പ്. ഇതും ഒരു വൈറ്റിൽ പ്രിൻ്റ് വരുന്നത്. പിന്നെ അതൊരു ലാവൻഡർ കളർ. ഇങ്ങനെ 3 കെട്ടുടുപ്പ്. മറ്റേത് 5 ബട്ടൺ ജബ്ലാസാണ്. അപ്പോൾ കെട്ടുടുപ്പ് 3 എടുത്തു. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ കുട്ടിക്ക് വാങ്ങിച്ചതല്ല, എനിക്കും ആദ്യമൊക്കെ ഉപയോഗിച്ചതിൽ 5 ഈ 2 സെറ്റ്. അത് മൊത്തം 10 വരും. 10-12 വരുന്നുണ്ട്. കുറഞ്ഞ റേറ്റിന്. പക്ഷെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് മുമ്പ് ഞാൻ ഇതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ അത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിന്ന് ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് വേറെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല സാധനമാണ്. പിന്നെ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, അല്ല വിശാൽ മാർട്ടിൽ നിന്ന്. അതായത് ഇങ്ങനെ കുട്ടീനെ കിടത്താനൊക്കെ പറ്റുന്നത്. ഇത് ആദീനെ ഡെലിവറി ആയ സമയത്തിൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഇവിടെയും പ്ലാസ്റ്റിക് ആയിരുന്നു, ഈ ഒരു ഭാഗവും പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുട്ടീനെ കിടത്തുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് പ്ലാസ്റ്റിക്കാണ് കണ്ടോ. ഈ ഒരു പ്രിൻ്റ് വരുന്ന സ്ഥലം പ്ലാസ്റ്റിക്കും. ഇത് നമ്മുടെ ടർക്കി ആ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കിടത്തി കഴിഞ്ഞാൽ വല്ലാണ്ട് ചൂടെടുക്കില്ല. പിന്നെ അത്യാവശ്യം സൈസും ഉണ്ട്. ഈ ഒരു സൈസ് ഉണ്ട്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഡ്രൈ ഷീറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യൻ്റെ സമയത്ത് വാങ്ങിച്ചു വെച്ച കുറേ എണ്ണം ഉണ്ടായിരുന്നു. കാരണം ചെറുത് ഞാൻ 3 സെറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിലൊക്കെ ഒന്നെങ്ങാണ്ടേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ അത് കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ചെറുത് വാങ്ങിച്ചില്ല, ജസ്റ്റ് വലുത് ഒരെണ്ണം വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല സൈസ് ഉണ്ട്. ഇതും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൺലൈനിൽ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഷോപ്പിൽ നിന്ന് 199 എങ്ങാണ്ട് കിട്ടിയപ്പോൾ. പക്ഷെ പിന്നെ ഞാൻ പോയി നോക്കി, ജസ്റ്റ് ഒരെണ്ണം കൂടെ ഈ വലുത് വാങ്ങിച്ചു വെക്കാം. പക്ഷെ പിന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിൽ ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറച്ച് കവറുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടീൻ്റെ ഡ്രസ്സുകളൊന്നിൽ ടവലുകളൊന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് കവറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതും മീഷോന്ന് വാങ്ങിച്ചതാണ്. അത്രയൊക്കെയാണ് എൻ്റെ അറിവിൽ ഓൺലൈൻ ഒക്കെ വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പെടുത്താണ് കേട്ടോ. ഇത് നമ്മുടെ വൈപ്സ്. ഇത് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ നമുക്ക് അറിയില്ലല്ലോ.
അപ്പോൾ ഞാൻ കുറേ ഭയങ്കര സ്മെല്ലുള്ള വൈപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് തിരഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഈ മദർ സ്പർശിൻ്റെ ഈ 99% പ്യുവർ വാട്ടർ വൈപ്സ്. ഇത് ആദ്യം ഇപ്പോഴും ഞാൻ ഈ വൈപ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 5 എണ്ണത്തിൻ്റെ ഏറ്റവും കോംബോ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് 2 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പിന്നെ ഡിസ്ചാർജ് ആയി വന്നിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല വൈപ്സാണ് കേട്ടോ. ഒരു അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, നല്ല വാട്ടറും ഉണ്ട്. അപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെ ഒരു കോംബോ. പിന്നെ ജസ്റ്റ് ഒരു ബേബി സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ്. പിന്നെ ഇത് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ലിക്വിഡാണ് ബേബീൻ്റെ. ഇത് ഇത്രയും എണ്ണം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഈ സംഭവം കേട്ടോ. അത് അവർ സൈറ്റിൽ എന്തോ ഓഫർ നടക്കിയത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വാങ്ങിച്ച പുതിയ ഐറ്റംസൊക്കെ വാഷ് ചെയ്തത്. ഇത് ഓപ്പൺ ആക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനും വലിയ സ്മെല്ലില്ല കേട്ടോ, ഒരു മൈൽഡ് സ്മെല്ലേ ഉള്ളൂ. പിന്നെ ഇത് ഹെഡ് ടു ടോ ബോഡി വാഷാണ്, അതായത് സെപ്പറേറ്റ് ഷാമ്പൂ കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊന്നും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യില്ല, ആദ്യത്തെ ഒരു 1-1.5 മാസം എന്തായാലും യൂസ് ചെയ്യില്ല. പക്ഷെ ഞാനവരെ സൈറ്റിൽ എന്തോ ഓഫർ സെയിൽ നടക്കണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിച്ചു വെച്ചു എന്നില്ല. എന്തായാലും ലോണ്ടറി ലിക്വിഡ് വാങ്ങിക്കണമായിരുന്നു, പിന്നെ വൈപ്സും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഒരുമിച്ച് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇത് മദർ സ്പർശിൻ്റെ തന്നെ ഒരു ആഫ്റ്റർ ബൈറ്റ് ക്രീമാട്ടോ. അത് 0+ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. ഇത് ആദ്യക്ക് ഞാൻ 3+ months ആണ് കേട്ടോ. ആദ്യക്ക് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ആദ്യൻ്റെ ഓൾറെഡി തീർന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിനകത്ത് വാങ്ങിക്കാത്തൊരു സാധനം റാഷ് ക്രീം വാങ്ങിച്ചിട്ടില്ല. അത് ആദ്യൻ്റെയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അങ്ങനെ റാഷസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിക്ക് അത് വാങ്ങിച്ചു വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ വാങ്ങിക്കാത്തത് എന്താ, അത്രയേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ വാങ്ങിക്കാത്തതായിട്ടില്ല. പിന്നെ ഓയിൽ, നമ്മൾ മസാജ് ചെയ്യുന്ന ഓയിൽ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സമയത്ത് വീട്ടിൽ നമ്മൾ തേങ്ങയൊക്കെ ഇതാക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. ആദ്യൻ്റെയും അങ്ങനെ തന്നെ ഓയിലും നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഓർമ്മ. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണ ആവശ്യം വന്ന സാധനങ്ങൾ നോക്കിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ വേണം നോക്കാൻ. അപ്പോൾ ഇതിൽ എന്തിൻ്റെങ്കിലുമൊക്കെ ലിങ്ക്, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഏതിൻ്റെങ്കിലുമൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.